അസ്സലാമു അലൈക്കും. ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അന്ന് മരിച്ചതിനും തുടക്കുമ്പോൾ മാത്രം കാണിച്ചിരുന്നത് ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ ലീവാണ്, കുട്ടികളൊന്ന് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം കുട്ടികൾ മദ്രസ പോയ ഉടനെ തന്നെ എന്നും അടിച്ചിടും. അപ്പോൾ അതാകുമ്പോൾ ക്ലീനായി കിടക്കുമല്ലോ. അങ്ങനെ അതിന് ശേഷം കുറച്ച് പണികളുണ്ടായിരുന്നു. പച്ചരിയും ഗോതമ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടണം. അപ്പോൾ പച്ചരിയും ഗോതമ്പൊക്കെ ഇവിടെ മേലെ തന്നെ കഴുകലാട്ടോ. ഇവിടെ മറ്റേ ടാങ്കിൽ നിന്ന് വെള്ളം വരുമല്ലോ, നമ്മൾ ഡയറക്റ്റ് വെള്ളം വരില്ലേ, അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അതിൽ കഴുകാറാണ് പതിവ്. പിന്നെ താഴത്തു നിന്ന് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവരണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇത് പച്ചരിയും പുഴുങ്ങല്ലരിയും കൂടി കേട്ടോ കഴുകണത്. പിന്നെ ഗോതമ്പ് ഞാൻ കഴുകി വാരക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇതിങ്ങനെ 2 തുണി വിരിച്ചിട്ട് അതിലാണ് ഇടും. അങ്ങനെ ഗോതമ്പ് വിരിച്ചിട്ടു. ഇനി പച്ചരിയും കൂടി ഇടണം കേട്ടോ. പച്ചരിയും പുഴുങ്ങലരിയും കൂടി ആക്കിയത് ഇത് രണ്ടും കണ്ടിട്ട് നല്ലോണം പരത്തിയിട്ടിട്ട് നമുക്കിന്നൊരു വീടിരിക്കലുണ്ട്, അതിന് പോകണം. പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലും എല്ലായിടും ഉണങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കിടക്കുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ദോശയും പിന്നെന്താ ചമ്മന്തി, ഉള്ളിയും തക്കാളിയൊക്കെ വെറുതെ വഴറ്റിയിട്ട് നമ്മളൊരു ചമ്മന്തി ഇറക്കുമല്ലോ, അങ്ങനെ അതും കൂടിയാണ് കേട്ടോ എന്നുള്ളത് രാവിലെ ചായക്ക്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം മാറ്റി പുറത്തോട്ട് പോന്നു കേട്ടോ. വേഗം എന്ന് പറയാനൊന്നുമില്ല, ഇപ്പം തന്നെ ഒരു 12 മണിയൊക്കെ ആവാനായിക്കണം. ആ ടൈമിലാണ് പോരുന്നത്. നേരെ കടയിലേക്ക് പോകണം. കടയിലാണ് നമ്മൾ വീടിരിക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നത്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാ ഷോപ്പും ലീവാട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഒന്ന് അവിടത്തൊക്കെ എടുത്തു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇത് എടുക്കാനും. ഞാൻ മീഷോന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ നമ്മൾ കരുപ്പാണ് നമ്മുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് നടന്നാണ് കേട്ടോ പോകണം. വണ്ടി അവിടെ വെച്ചിട്ട് കുറച്ചുള്ളൂ നടക്കാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പോവാണ്. ഐസിന് എടുക്കണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ്. അനിയത്തിയുടെ കുട്ടിയാണത്. യഹിയാനെ മാമൂന്ന് യഹിയാനെ ഇടാ ഇത് വേറെ അനിയത്തിയുടെ ഒരു മോനാണ് കേട്ടോ. അപ്പോൾ ഓന് വേറെ എന്തിനു വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ വന്ന് വിശ്രമിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ചക്ക ഉണ്ടായിരുന്നു, അവിടെ കഴിച്ചു. പിന്നെ 4 മണി 4:30 ആയപ്പോൾ ചായ കുടിച്ചു. കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ കട്ട്ലേറ്റും ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോഴേക്കന്നെ 5:30-6 മണിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നല്ലോണം ബോഗൺവില്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സീസണാണല്ലോ. അപ്പോൾ എല്ലാ വീട്ടിൽ കൂടെയും കാണാം. നമ്മൾ പോകുമ്പോഴൊക്കെ നല്ല വഴിയേരി കൂടെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് തയ്യൊക്കെ നട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പൂവൊന്നും വിരിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു.